ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പാപികളായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി നീതിമാനായ യേശുനാഥൻ തൻ്റെ തോളിൽ കുരിശ് വഹിച്ചു ആ കുരിശിൽ കിടന്ന് പിടഞ്ഞ് സ്വന്തം ജീവൻ വെടിഞ്ഞു. ഈശോനാഥൻ്റെ ഈ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം. ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി. ഗാഗുൽത്ത മുതൽ ഈശോനാഥൻ കുരിശ് വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന യാത്രയിലെ 14 സംഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ കുരിശിൻ്റെ വഴിയിലൂടെ നാം എല്ലാം. ഇതിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ അനുദിനവും നാം ഉച്ചരിക്കുന്നുണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. ഈശോനാഥൻ നമുക്ക് നൽകിയ ഒരു മഹത് സന്ദേശമാണ് ഇത്. എന്നാൽ ഈ സന്ദേശം നമ്മിൽ എത്ര പേർ പ്രാവർത്തികമാക്കുന്നുണ്ട്? സ്വാർത്ഥത നിറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്ത് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാനോ അവരുടെ നെടുവീർപ്പുകൾ കണ്ടറിയാനോ ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുവാനോ നമ്മിൽ പലർക്കും ഇന്ന് സമയമോ സന്മനസ്സോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിൽ പിന്നെ അനുദിനവും ഉരുവിടുന്ന ഈ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥമാണ് ഉള്ളത്? പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ ചുറ്റും വേദനിക്കുന്ന മക്കളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുമ്പോൾ ഈശോയെയാണ് നാം സഹായിക്കുന്നത്. ആ നിമിഷം ഈശോയാണ് അവിടെ സന്തോഷിക്കുന്നത്. മറിച്ച് അവരുടെ വേദന അറിഞ്ഞിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ ഈശോയെയാണ് നാം ഒറ്റിക്കൊടുക്കുന്നത്. അതിനാൽ നോമ്പിൻ്റെ ഈ ആരംഭത്തിൽ തന്നെ നാം ഒരു നല്ല തീരുമാനമെടുക്കണം. നാം അനുദിനവും കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഈശോയെ കാണുവാനും അവരെ സഹായിക്കുവാനും നാം തയ്യാറാകണം. അങ്ങനെയെങ്കിൽ നാം അനുദിനം അർപ്പിക്കുന്ന വിശുദ്ധ ബലിക്കും നാം ചെയ്യുന്ന കുരിശിൻ്റെ വഴിക്കും ഫലമുണ്ടാവുകയുള്ളൂ. അവരെന്നെ സഹായിക്കുമ്പോൾ ഈശോയെയാണ് നാം സഹായിക്കുന്നത്. അവരെന്നെ അവഗണിക്കുമ്പോൾ ഈശോയെയാണ് നാം അവഗണിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുക. അതനുസരിച്ച് നാം മുന്നോട്ട് ജീവിക്കുക. നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹം പൂർണ്ണമായി തീരട്ടെ. ഇതിനു വേണ്ടിയുള്ള ശക്തിക്കായി, അഭിഷേകത്തിനായി ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു.